നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ബ്രാഹ്മി മുഹൂർത്തെ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷ. ഇതിന്റെ അർത്ഥം ചുരുക്കി പറയുകയാണെങ്കിൽ, ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യമുള്ളൊരു വ്യക്തി ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കണം. അതായത് രോഗാവസ്ഥകളിൽ ഇത് ബാധകമല്ല എന്നത് വ്യക്തമാണ്. അപ്പോൾ പ്രത്യേകിച്ച് രോഗാവസ്ഥകളൊന്നുമില്ലാതെ ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ആദ്യ ചവിട്ടുപടിയാവണം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉറക്കമെണീക്കുക എന്നുള്ളത്. എന്താണ് ബ്രാഹ്മ മുഹൂർത്തം? മുഹൂർത്തം എന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. പ്രത്യേകിച്ചും വിശേഷ അവസരങ്ങളുമായി ബന്ധപ്പെട്ടാവണം നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവുക. എന്നാൽ സമയവിഭജനത്തിന്റെ ഒരു ഭാഗമാണ് മുഹൂർത്തം. ഒരു മുഹൂർത്തം എന്നത് ഏകദേശം 48 മിനിറ്റ് ആണ്. അപ്പോൾ എന്താണ് ബ്രാഹ്മ മുഹൂർത്തം? ബ്രഹ്മം എന്നാൽ പ്രജ്ഞാനം, ബ്രഹ്മ, വിശേഷപ്പെട്ട അറിവാണ് ബ്രഹ്മ. ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് സൃഷ്ടിയുടെ അഥവാ ക്രിയേഷന്റെ ദേവനാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ബൗദ്ധികമായും സർഗസൃഷ്ടിപരമായുള്ള വളർച്ചയുടെയും ഉണർവിന്റെയും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് ബ്രാഹ്മ മുഹൂർത്തം? നമുക്ക് നോക്കാം. ഒരു ദിവസത്തെ നമ്മൾ 8 യാമങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒരു യാമം എന്നാൽ 3 മണിക്കൂർ. പകലിന്റെ 4 യാമങ്ങളും രാത്രിയുടെ 4 യാമങ്ങളും. ഋതുക്കളും സ്ഥലഭേദങ്ങളും അനുസരിച്ച് പകലിന്റെ ദൈർഘ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. എന്നാലും ഏകദേശം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള പകലിന്റെ 4 യാമങ്ങൾ, വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയുള്ള രാത്രിയുടെ 4 യാമങ്ങൾ. ഇതിൽ രാത്രിയുടെ അവസാന യാമം, അതായത് രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള യാമം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ ബ്രഹ്മയോഗ യാമം എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മയോഗ യാമത്തിന്റെ ആദ്യത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 3 മണി മുതൽ 3:50 വരെ, ഏറിയ പക്ഷം 4 മണി വരെയുള്ള സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയാം. മഹാക്ഷേത്രങ്ങളിലെ നടതുറപ്പിന്റെയും നിർമാല്യത്തിന്റെയും ഒക്കെ സമയം ചിന്തിച്ചാൽ ഇത് മനസ്സിലാകും. അപ്പോൾ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റാൽ എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ, അതും നമ്മൾ അറിയണമല്ലോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു മനുഷ്യന്റെ അറിവിന്റെയും സർഗസൃഷ്ടിയുടെയും അമൃതവേളയാണ് ബ്രാഹ്മ മുഹൂർത്തം. ആയുർവേദ ശാസ്ത്രം ഒരു വലിയ തത്വം പറയുന്നുണ്ട്, ലോകപുരുഷ സാമ്യത. അതായത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഊർജവും യൂണിവേഴ്സൽ അല്ലെങ്കിൽ കോസ്മിക് എനർജിയും നമ്മുടെ ഉള്ളിലുള്ള ഊർജം, ഇന്നർ എനർജിയും തമ്മിലുള്ള സാമ്യാവസ്ഥ. ഇത് തന്നെയാണ് ആരോഗ്യം എന്ന് തന്നെ പറയാം. നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും താളാത്മകമാണ്. ഒഴുകുന്ന പുഴയിലും വീശുന്ന കാറ്റിലും കിളികളുടെ കളകളാരവത്തിലും എല്ലാം ഒരു താളമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്റെ ഉപാപചയ പ്രവർത്തനങ്ങളും താളാത്മകമാണ്. അതിന് നമ്മൾ സർക്കേഡിയൻ റിഥം എന്ന് പറയുന്നു. ഈ സർക്കേഡിയൻ റിഥവും സമയാധിഷ്ഠിതമാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക്. കാണുന്നതിനെയോ അല്ലെങ്കിൽ പരീക്ഷിച്ച് മനസ്സിലാക്കുന്നതിനെയോ മാത്രം വിശ്വസിക്കുന്ന ശാസ്ത്രലോകവും ഇത് അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ മധ്യഭാഗത്തായുള്ള പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ജൈവ ഘടികാരകമായി വർത്തിക്കുന്നത്. പ്രശസ്ത സയന്റിസ്റ്റും ഫിലോസഫിസ്റ്റുമായ റെനെ ദെക്കാർത്തെ പീനിയൽ ഗ്ലാൻഡിനെ സീറ്റ് ഓഫ് സോൾ അഥവാ ആത്മാവിന്റെ ഇരിപ്പിടം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ പ്രകൃതിയുടെ ഊർജവും നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കും സാമ്യാവസ്ഥയിലെത്തിയാൽ, അല്ലെങ്കിൽ അതിനെ ട്യൂണപ്പ് ചെയ്തു കഴിഞ്ഞാൽ, ആരോഗ്യമുള്ളൊരു ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ പ്രധാന ചവിട്ടുപടിയായി എന്ന് തന്നെ പറയാം. ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 2010 കാലയളവിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു ഗവേഷണത്തിൽ രാവിലെ നേരത്തെ എണീക്കുന്ന വ്യക്തികൾ പ്രോ ആക്റ്റീവ്, അതായത് ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങി കാര്യക്ഷമമായി ഇത് ചെയ്തു തീർക്കാനുള്ള കഴിവ് കൂടിയവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ടെക്സാസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നടത്തിയ ഗവേഷണത്തിൽ ഓവറാൾ ഗ്രേഡ് കൂടി കിട്ടിയത് രാവിലെ ഉറക്കമെണീക്കുന്ന കുട്ടികളാണ്. ഒരു ആയുർവേദ സ്ത്രീരോഗ ചികിത്സക എന്ന രീതിയിൽ 10 വർഷത്തിലധികമായുള്ള എൻ്റെ ഒരു ചികിത്സയിൽ ഞാൻ നിരീക്ഷിച്ചറിഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് സ്ത്രീകളിൽ സർവ്വസാധാരണമായി കാണുന്ന PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന രോഗാവസ്ഥകളിൽ 95% സ്ത്രീകളും രാവിലെ വൈകി എണീക്കുന്നവരോ അല്ലെങ്കിൽ പകലുറക്കമുള്ളവരോ ആണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ
പ്രാണിക് എനർജി അഥവാ ഇന്നർ എനർജി വളർത്തുവാനും ധ്യാനം, യോഗ, മെഡിറ്റേഷൻ, അതുപോലെ വിദ്യാഭ്യാസം, സർഗസൃഷ്ടി തുടങ്ങിയ എല്ലാ ഭൗതിക തലത്തിലുമുള്ള കർമ്മങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. ചിട്ടയോടുകൂടിയ ജീവിതം ആരോഗ്യമുള്ള ഒരു ജീവിതം ആരോഗ്യമുള്ള ഒരു ജീവിതത്തിലേക്ക് വഴിതെളിക്കുന്നു. ആയുർവേദോപദേശേഷു വിധേയ പരമാതര. നന്ദി, നമസ്കാരം.